ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റിനകത്ത് ഗ്രൂപ്പിനകത്ത് ഫസ്റ്റ് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ ഗ്രൂപ്പ്, അതിനകത്ത് കൺവേർജൻസ് എന്ന് അടിക്കുക. കൺവേർജൻസ് അതിനകത്ത് അണ്ടറിൽ സെയിൽസ് കൊടുക്കണം. ഇതുണ്ട്, ഇവിടെ സെയിൽസ് അക്കൗണ്ട് ഉണ്ട്. സെയിൽസ് അക്കൗണ്ട് എനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ലെഡ്ജർ അതിനകത്ത് നമ്മുടെ വോൺ ഒരു നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ബുക്ക് സെയിൽസിൻ്റെ നമ്പർ വോൺ 11 ആണ്. 11 കൺവേർജൻസ് ഒന്നും കൂടെ കൊടുക്കുക. കൺവേർജൻസ് കൊടുത്തിട്ട് എൻ്റർ അടിച്ചിട്ട് അണ്ടർ കൺവേർജൻസ് തന്നെ കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അതും അക്സെപ്റ്റ് ചെയ്തു. അത് രണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ഒന്നുകൂടെ ഇറങ്ങിയിട്ട് ഇവിടെ ഇൻവെൻട്രി മാസ്റ്റേഴ്സിൽ യൂണിറ്റ് എന്ന ഒരു ഐക്കണുണ്ട്, യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഇൻവെൻട്രി യൂണിറ്റ് എടുക്കുക. അതിനകത്ത് സിമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി എന്നുള്ളത് ചെറിയൊരു ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ ക്വാണ്ടിറ്റി എന്ന് കൊടുക്കുക. ഇതിനകത്ത് കുറച്ച് സംഭവം വരും, അതിനകത്തൊന്നും കൊടുക്കണ്ട. എന്നിട്ട് എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്യുക. ഇതിന് ശേഷം പിന്നെയും തിരിച്ചിറങ്ങിയിട്ട് ശേഷം നമ്മൾ ഇൻവെൻട്രി ഗ്രൂപ്പ് കണ്ടോ, ഇൻവെൻട്രി ഗ്രൂപ്പിനകത്ത് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. ആ ഗ്രൂപ്പ് എടുക്കുക. അവിടെയും കൺവേർജൻസ് എന്ന് അടിക്കുക. കൺവേർജൻസ് ഇവിടെ പ്രൈമറി എന്നാണ് കൊടുക്കുന്നത്. പ്രൈമറി അത് തന്നെ മതി. ഇവിടെ ഷുഡ് ക്വാണ്ടിറ്റി ഓഫ് ഐറ്റം ഈസ് ആഡഡ്, അത് യെസ് കൊടുക്കണം. അവിടെ യെസ് കൊടുത്തിട്ട് ബാക്കിയെല്ലാം അക്സെപ്റ്റ് ചെയ്യാം. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റിനകത്ത് ഇൻവെൻട്രി സ്റ്റോക്ക് ഐറ്റം എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് നമ്മുടെ വോൺ 11 അതാണ് നമ്മുടെ സംഭവത്തിന് പേര്. അപ്പോൾ വോൺ 11 എന്നടിച്ചിട്ട് പാസ്ബുക്ക് എന്ന് അടിക്കണം. പാസ്ബുക്ക് എൻ്റർ അതിനകത്ത് അണ്ടർ കൊടുക്കുമ്പോൾ കൺവേർജൻസ് കൊടുക്കണം. കൺവേർജൻസ് വരും. കൺവേർജൻസ് കൊടുക്കുക. എന്നിട്ട് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കണം. ക്വാണ്ടിറ്റി എന്നിട്ട് എൻ്റർ അടിച്ച് പോവാം. അടുത്തതും വോൺ 11 മിനിറ്റ്സ് ബുക്ക്, അതും പ്രൈമറി അല്ല, അവിടെ കൺവേർജൻസ് അതിവിടെ വന്ന് കിടക്കും. കൺവേർജൻസ് സെലക്ട് ചെയ്യുക, യൂണിറ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വോൺ 11 സാമ്പത്തിക രജിസ്റ്റർ അക്കൗണ്ട് ബുക്ക്, പ്രൈമറി അല്ല, കൺവേർജൻസ് ആണ്. ക്വാണ്ടിറ്റി കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഒരു തവണ ചെയ്താൽ മതി. ഇതിന് ശേഷം നമ്മൾ വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. തിരിച്ചിറങ്ങുക. അപ്പോൾ നമ്മുടെ ക്രിയേറ്റ് വൗച്ചർ നമ്മുടെ റിസീപ്റ്റ് വൗച്ചറാണ് ഓണായിട്ട് കിടക്കുന്നത്. അതിനകത്ത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത വോൺ 11 കൺവേർജൻസ് വളർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വോൺ 11 കൺവേർജൻസ് സെലക്ട് ചെയ്യുക. ഇത് കണ്ടോ, നമ്മുടെ വോൺ 1 പാസ്ബുക്കിൻ്റെ എല്ലാത്തിൻ്റെയും ഐറ്റം വരും. അപ്പോൾ നമ്മൾ പാസ്ബുക്കാണ് വിറ്റെങ്കിൽ വോൺ 11 പാസ്ബുക്ക് എന്ന് അടിച്ചാലും മതി, പാസ്ബുക്ക് എന്ന് അടിച്ചാലും വരും. എൻ്റർ. ഇത് കണ്ടോ, വോൺ 11 പാസ്ബുക്ക് കണ്ടോ. അതിന് എത്ര രൂപയാണ്? പാസ്ബുക്കിന് 10 രൂപ. 10 എണ്ണം റേറ്റും കൊടുക്കുക, 10 രൂപ. എൻ്റർ. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഐറ്റം എന്തായിരുന്നു? മിനിറ്റ്സ് ബുക്ക്. അപ്പോൾ മിനിറ്റ്സിൽ നിന്ന് എന്ന് അടിക്കുമ്പോഴത്തേന് മിനിറ്റ്സ് വരും. അതിന് എത്ര രൂപയാണ്? 140 രൂപ. സോറി, ക്വാണ്ടിറ്റി എത്രയാണ്? ക്വാണ്ടിറ്റി 5 എണ്ണം 140 രൂപ.
അങ്ങനെ അടുത്ത ഐറ്റം എന്നാ ആ ദിവസം വിറ്റ അക്കൗണ്ട് ബുക്ക്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ജസ്റ്റ് എ അടിക്കുമ്പോഴത്തേനും അക്കൗണ്ട് ബുക്കിന് സംഭവം വരും. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുക. അക്കൗണ്ട് ബുക്ക് സെലക്ട് ചെയ്തു. എത്ര എണ്ണം? 5 എണ്ണം. എത്ര രൂപ? 125 രൂപ. അങ്ങനെ ടോട്ടൽ എത്ര രൂപയായി? 1425. അത് എൻ്റർ അടിക്കുക. പിന്നെ നമ്മുടെ എന്താ ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്യുക. നമ്മൾ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക, നരേഷൻ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക.